അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23 let f be a twice differentiable non-negative function such that f of x whole square equal to 25 plus integral 0 to x f of t whole square plus f dash t whole square into dt. Then the mean of f of log 1, f of log 2 up to f of log 625 is equal to. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ എന്താണ് ചെയ്യാൻ തോന്നുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തോന്നും ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ. അതായത് ടിയിൽ ഇന്റഗ്രേഷൻ, പിന്നെ അതിന് ലിമിറ്റ് എക്സ്, അപ്പുറത്ത് എഫ് ഓഫ് എക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ടി ഒഴിവാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? ലെബിനിറ്റ്സ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ലെബിനിറ്റ്സ് റൂൾ വെച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 2f of x into f dash x ആണ്. ഡിഫറൻസിയേഷൻ ആണ് ചെയ്യുന്നത് 2f of x into f dash x. അപ്പുറത്ത് 25 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. അടുത്തത് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിനെ എങ്ങനെ എന്ത് ചെയ്യും? അതിനെ ലെബിനിറ്റ്സ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ? അപ്പർ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അപ്പർ ഫംഗ്ഷൻ. അറിയാത്തവരുണ്ടെങ്കിൽ ഫൈ ഓഫ് എക്സ് സൈ ഓഫ് എക്സ് എഫ് ഓഫ് ടി ഡി ടി. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇതിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു എഫ് ഓഫ് സൈ ഓഫ് എക്സ്. സൈ ഓഫ് എക്സ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇൻറ്റു സൈ ഡാഷ് എക്സ് മൈനസ് ഇനി ഈ ഫൈ ഓഫ് എക്സ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് ഓഫ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഡാഷ് എക്സ്. ഇൻറ്റു ഫൈ ഡാഷ് എക്സ് ആണ് അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ നമ്മൾ അത് ഇവിടെ ചെയ്യുന്നു. ഇവിടെ അപ്പർ ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പൊ എക്സ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടിക്ക് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ എക്സിന്റെ ഡെറിവേറ്റീവ് അത് 1 ആണ്. ഇനി മൈനസ് ഇതേപോലെ ലോവർ ലിമിറ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് കോൺസ്റ്റന്റ് 0 ആയതുകൊണ്ട് ആ ഡെറിവേറ്റീവ് 0 ആവും. അപ്പൊ ആ ടേം മൊത്തത്തിലേ ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അതിൽ ഈ 2f of x f dash x അപ്പുറത്തേക്ക് മാറ്റിയാൽ ഇതെന്താവും? f of x ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 2f of x f dash x ആവും. അത് ആക്ച്വലി എന്താണ്? f of x മൈനസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അത് f of x മൈനസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് f of x ഈക്വൽ ടു എഫ് ഡാഷ് എക്സ്. എഫ് ഓഫ് എക്സും എഫ് ഡാഷ് എക്സും ഈക്വൽ ആണ്. എഫ് ഓഫ് എക്സും എഫ് ഡാഷ് എക്സും ഈക്വൽ ആണ് ഈ ഫംഗ്ഷന്. അപ്പൊ ഞാൻ ഇവിടെ ലെറ്റ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്ക് കാണേണ്ടത് എന്താണ്? കാണേണ്ടത് ഏതോ കുറെ ടേംസിന്റെ മീനൊക്കെയാണ് കാണേണ്ടത്. അപ്പൊ എഫ് ഓഫ് ലോഗ് 1, എഫ് ഓഫ് ലോഗ് 2 ഒക്കെ വേണം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. എഫ് ഓഫ് എക്സ് ഇതുവരെ എന്താണെന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ എഫ് ഓഫ് എക്സ് കാണണം. അപ്പൊ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്താവും? ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, y ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അത്. y ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. അതിനെ സോൾവ് ചെയ്താൽ y കിട്ടും, വിച്ച് ഈസ് എഫ് ഓഫ് എക്സ്. അതാണ് വേണ്ടത്. അപ്പൊ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ. വേരിയബിൾ സെപ്പറബിൾ ആണ്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് വൈ പ്ലസ് സി. എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് വൈ പ്ലസ് സി. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. ലോഗ് മോഡ് വൈ എന്നൊക്കെ കിടക്കണം, പക്ഷെ അതെല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു ലോഗ് വൈ. അതായത് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ സീൻ്റെ വാല്യൂ കാണണ്ടേ? സീൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? സീൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ നോക്കാം. ആ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്താൽ നമുക്ക് ഓൾറെഡി ഉള്ള ഇക്വേഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 പ്ലസ് 0 ടു എക്സ് എഫ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ ഡി ടി. അതിൽ പുട്ട് എക്സ് ഈക്വൽ ടു 0. അതിൽ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ ഇങ്ങനെ കിട്ടും. എഫ് ഓഫ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 പ്ലസ് അടുത്തത് ആ ഇന്റഗ്രൽ അതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 ആവും. പിന്നെ ഇത് തന്നെ ഉണ്ട്.
അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആയി കഴിഞ്ഞാൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇത് 0. അപ്പൊ f(0) ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. പിന്നെ ഇതൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. അപ്പൊ f(0) ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ f(0) ഈക്വൽ ടു 5. f(0) 5 ആണ്. f(0) 5 ആണ്. അത് നമ്മൾ ഇവിടെ c കാണാൻ ഉപയോഗിക്കുന്നു. അപ്പൊ x ഈക്വൽ ടു log of f of x പ്ലസ് c ആണ്. x ഈക്വൽ ടു 0 ആണെങ്കിൽ f of x ഈക്വൽ ടു 5 ആണ്. അപ്പൊ 0 ഈസ് ഈക്വൽ ടു log of f of 0 പ്ലസ് c. അപ്പൊ c ഈസ് ഈക്വൽ ടു മൈനസ് log of f of 0. f of 0 5 ആണ്. മൈനസ് log of 5. അപ്പൊ c ന്റെ വാല്യൂ മൈനസ് log of 5 ആണ്. c ന്റെ വാല്യൂ മൈനസ് log of 5 ആണ്. അപ്പൊ log of f of x is equal to ഇവിടെ കൊടുക്കുന്നു log of f of x is equal to x plus അല്ല x minus c x plus log 5. log of f of x x plus log 5 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? കുറെ ടേംസിന്റെ മീൻ ആണ് ചോദിച്ചത്. അപ്പൊ മീൻ is equal to f of log 1 plus f of log 2 up to f of log 625. എത്ര ടേംസ് ഉണ്ട്? 625 ടേംസ് ഉണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ 625 is equal to f of log 1 എന്താണ്? f of log 1. ഇവിടെ ഇപ്പോൾ log of f of x ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, log of f of x ആണ് കിട്ടിയിട്ടുള്ളത്. f of x ഇപ്പോഴും ആയിട്ടില്ല. f of x അപ്പം എന്തായിരിക്കും? e raised to x plus log 5. e raised to x plus log 5 ആണ്. അപ്പൊ അത് e raised to x into e raised to log 5. e raised to log 5 5 ആണ്. അപ്പൊ 5 e raised to x ആണ് f of x. f of x 5 e raised to x ആണ്. ഇപ്പോഴാണ് f of x ആയത്. f of x ഈക്വൽ ടു 5 e raised to x. ഇനി അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ 5 into e raised to log 1, 5 into e raised to log 2, 5 into e raised to log 625. e raised to log എന്താണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ അത് തന്നെയാണ്. ഡിവൈഡഡ് ബൈ 625. എല്ലാത്തൊന്നും 5 പുറത്തെടുത്താൽ പിന്നെ 1 plus 2 plus up to 625 ഡിവൈഡഡ് ബൈ 625. അപ്പൊ ആൻസർ 5 into ഇതെന്താ 625 ഉള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മല്ലേ n into n plus 1 by 2. അപ്പൊ n ഇത് n plus 1 ഡിവൈഡഡ് ബൈ 2. ഓൾറെഡി അവിടെ ഒരു 625 ഉണ്ട്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആവുന്നു. ഇത് രണ്ടും 5 into 313. 5 into 313 അല്ലേ? 5 into 313 എത്ര? 15 6 1565. 1565 ആണ് ആൻസർ. 1565 ആണ് അതിന്റെ ആൻസർ.